അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സമസ്തയിൽപ്പെട്ട അനുയായികളായ ആളുകൾ, സമസ്തയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം നിങ്ങളുടെ ഉസ്താദന്മാർക്ക് രണ്ട് മുഖങ്ങളുണ്ട്. ഒന്ന്, മുജാഹിദുകൾ, അതായത് സലഫികൾ പറയുന്ന കാര്യങ്ങളെ മുഴുവനും കൃത്യമായിട്ട് എതിർക്കുകയും ആ വിശ്വാസം തെറ്റാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഉസ്താദന്മാർ. മറ്റൊരു സന്ദർഭം, രണ്ടാമത്തെ മുഖം എന്ന് പറയുന്നത്, ഇതേ ഉസ്താദന്മാർ തന്നെ നിങ്ങളുടെ ചെവിയിൽ വന്നുകൊണ്ട് നിങ്ങളോട് പറയുന്നു, ആ സലഫികൾ പറഞ്ഞ ആദർശം മാത്രം നിങ്ങളിവിടെ പറയണമെന്ന്. ആ സിറ്റുവേഷൻ ഏതാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവില്ലേ? നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കാണുക, എന്നിട്ട് ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങളൊന്ന് വിലയിരുത്തുക. സത്യത്തിൽ സലഫികളുടെ അടുത്ത് പോകരുതെന്നും അവരുമായിട്ട് സംസാരിക്കരുതെന്നും കൂട്ടുകൂടരുതെന്നും സലാം പറയരുതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അണികളെ വിലക്കി നിർത്തുന്നത് നമ്മളുടെ നാടുകളിലൊക്കെ കാണാറുണ്ട്. ഉസ്താദന്മാർ അത്രയും രീതിയിൽ അണികളെ ഈ സലഫി ആദർശത്തിലുള്ള ആളുകളുമായിട്ട് അകറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പ്രധാനമായിട്ടും അതിനുള്ള കാരണം, സലഫി ആദർശം അവർ പറയുന്നു, നിങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിലും, നിങ്ങൾക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും, നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും, നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം ആ ആവശ്യങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് ആ ആവശ്യം കേൾക്കുകയും അതിന് ഉത്തരം നൽകാനും കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ് എന്നാണ് സലഫി ആദർശം പഠിപ്പിക്കുന്നത്. ഇത് സലഫുകളുടെ ആദർശമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച മാതൃകയാണ്. പക്ഷെ അതല്ല, ഔലിയാക്കളെയും അമ്പിയാക്കളെയും പല സൃഷ്ടികളെയും നമ്മൾക്ക് വിളിക്കാമെന്നും വിളിച്ച് തേടിയാൽ അവരും ഇതൊക്കെ കേൾക്കുമെന്നും അവർക്കും ഉത്തരം ചെയ്യാനുള്ള കഴിവുണ്ടെന്നും ഇത് ഒക്കെ പടച്ചോൻ ഇങ്ങനത്തെ ആളുകൾക്ക് നൽകിയിട്ടുണ്ടെന്നുമൊക്കെയുള്ള വിശ്വാസമാണ് സമസ്ത പഠിപ്പിക്കുന്നത്. ഞാൻ നീട്ടിവലിച്ച് പറയുന്നില്ല. ഏതായാലും ഞാൻ രണ്ടാമത് പറഞ്ഞ ഉസ്താദന്മാരുടെ രണ്ടാമത്തെ മുഖം എന്ന് പറയുന്നത്, അതിലേക്ക് നമുക്ക് നേരിട്ട് കിടക്കാം. നിങ്ങൾ കൃത്യമായി സമസ്ത ആദർശം ഉൾക്കൊള്ളുകയും ഉസ്താദന്മാരെ അനുസരിച്ചുകൊണ്ട് മാലയും മൗലൂദുകളുമൊക്കെ ചൊല്ലുകയും അതുപോലെ തന്നെ റാത്തീബ്, കുത്തുബിയത്ത്, അദ്ദാദ് എന്നുള്ള പല ബിദ്അത്തായ കാര്യങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ ജീവിച്ച് നിങ്ങൾ മരണപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മയ്യത്ത് കൊണ്ടുപോയി ഉസ്താദന്മാരും നാട്ടുകാരും എല്ലാം കൂടി ഖബറിലേക്ക് ഇറക്കി വെച്ച്, ഖബറെല്ലാം മണ്ണിട്ട് മൂടി, അതിനുശേഷം മീസാൻ കല്ലൊക്കെ വെച്ച് അതിൻ്റെ മേലെ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ ഇരുഭാഗങ്ങളിലും ആളുകൾ കൂടി നിന്നുകൊണ്ട് ആ സമയത്ത് ഉസ്താദ് നേരെ കടന്നു വന്ന് നിങ്ങളുടെ തലഭാഗത്തുള്ള മീസാൻ കല്ലിൻ്റെ അടുത്ത് ഇരുന്നു കൊണ്ട് അവർ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരും അറബിയിൽ. അതെന്താണ് പറഞ്ഞു തരുന്നത്? ആദ്യമായിട്ട്, ഇവിടെ നിന്നെ ചോദ്യം ചെയ്യാൻ രണ്ട് മലായിക്കത്തുകൾ വരുമ്പോൾ അവരാദ്യം ചോദിക്കുക, നിങ്ങളുടെ റബ്ബ് ആരാണെന്നാണ് ആദ്യത്തെ ചോദ്യം. നിങ്ങളെ എല്ലാ സിറ്റുവേഷനുകളിലും അമ്പിയാക്കളെയും ഔലിയാക്കളെയും ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കാനാണ് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചത്. ലോകം നിയന്ത്രിക്കുന്നതൊക്കെ CM മടവൂരിനെ പോലെയുള്ള ആളുകളാണ് എന്നാണ് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരിക്കലും തന്നെ ഈ ഒരു കാര്യം നിങ്ങളിവിടെ പറയരുത്. നിങ്ങൾ പറയേണ്ടത് ഞങ്ങളുടെ റബ്ബ് അള്ളാഹു മാത്രമാണ് എന്ന് നിങ്ങളിവിടെ പറയണം. അടുത്ത ചോദ്യം വരും, നിങ്ങളുടെ ദീനായതാണെന്ന്. ഞങ്ങൾ പഠിപ്പിച്ചു തന്നത് ദീനാവണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യണമെന്നോ പഠിപ്പിക്കണമെന്നോ ഒന്നുമില്ല. അല്ലാതെ ഏത് കാര്യവും ദീനായി നമ്മൾക്ക് സ്വീകരിക്കാം. അത് ഉസ്താദന്മാർ പറയുന്ന ഏത് കാര്യവും ദീനായി സ്വീകരിക്കാം. നബി തന്നെ പറയണമെന്നും പഠിപ്പിക്കണമെന്നൊന്നുമില്ല എന്നാണ് നിങ്ങളെ ഞങ്ങൾ പഠിപ്പിച്ചു തന്നത്. പക്ഷേ നിങ്ങളവിടെ ആ കാര്യം നിങ്ങൾ പറയാൻ പാടില്ല. പകരം നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ പറയണം, ഇസ്ലാമാണ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിലുള്ള ജനങ്ങൾക്ക് പൂർത്തീകരിച്ചു കൊടുത്ത ഇസ്ലാമാണ് എൻ്റെ ദീന്, അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാമാണ് എൻ്റെ ദീന് എന്ന് നിങ്ങളിവിടെ കള്ളം പറയണം. അടുത്ത ചോദ്യം, ഇമാം ആരാണ് എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറയണം, ഖുർആനാണ് ഇമാമെന്ന്. ജീവിതകാലത്ത് നിന്ന് നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞു തന്നത് ഖുർആൻ വായിക്കാൻ പഠിച്ചുകൊണ്ട് മരിച്ച സ്ഥലങ്ങളിൽ ഓതാനും കത്തപ്പുര കെട്ടി അവിടെ ഖത്തമോതാനും മാത്രമാണ്. അതിലെ ആശയങ്ങളിലേക്കോ വരികളിലേക്കോ ഇറങ്ങിച്ചെല്ലുകയോ അതിനെപ്പറ്റി ചിന്തിക്കുകയോ ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്കില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞു തന്നത്.
പകരം നിങ്ങൾക്ക് മാലയും മൗലൂദ് കിതാബുകൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു. മാലയും മൗലൂദും കൃത്യമായ അർത്ഥം അറിഞ്ഞുകൊണ്ട് നിങ്ങളത് എല്ലാ സമയത്തും ചൊല്ലണമേ എന്ന് നിങ്ങളെ ഞങ്ങൾ പഠിപ്പിച്ചു. നിങ്ങളത് പ്രാവർത്തികമാക്കുകയും ചെയ്തു. പക്ഷേ നിങ്ങളുടെ ഇമാം ആരാണെന്ന് ചോദിക്കുമ്പോൾ ഈ മാല മൗലൂദുകളാണ് എന്ന് നിങ്ങൾ പറഞ്ഞു പോവരുത്. പോയാൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും. നിങ്ങൾ മനഃപൂർവ്വം പറയണം ഖുർആനാണ് എൻ്റെ ഇമാമ് എന്ന്. പ്രവാചകനെ കാണിച്ചുകൊണ്ട് ചോദിക്കും ഇതാരാണ്? അപ്പോൾ നിങ്ങൾ ബോധപൂർവം പറയണം ഞങ്ങളുടെ പ്രവാചകനാണെന്ന്. പ്രവാചകൻ്റെ ചര്യയില്ലെങ്കിലും പ്രവാചകൻ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീനാണെന്ന് പറഞ്ഞ് എന്തും ചെയ്യുന്ന രീതിയിൽ നിങ്ങളെ ഞങ്ങൾ പാകപ്പെടുത്തിയെടുത്തിരുന്നു. പക്ഷേ പ്രവാചക ചര്യകളെ നിങ്ങൾ പൂർണ്ണമായി കൈവിട്ട ജീവിതകാലത്ത് ഉള്ള കഥകളൊന്നും നിങ്ങൾ പറയാൻ പാടില്ല. നിങ്ങൾ ബോധപൂർവം പറയണം ഞങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇത് എന്ന്. നിങ്ങൾ നോക്കൂ, ഉസ്താദന്മാർ ജീവിതകാലത്ത് നിങ്ങളോട് പറഞ്ഞു തരുന്നത് നിങ്ങൾ ഖുർആനിനെ പഠിക്കണ്ട, അതിലെ ആശയങ്ങൾ നിങ്ങൾ പഠിക്കണ്ട, ജസ്റ്റ് ഓതാൻ പഠിച്ച് മരിച്ചോടുത്ത് മാത്രം ഓതിയാൽ മതി, പകരം മാലയും മൗലൂദും നിങ്ങൾ നെഞ്ചോട് ചേർത്തോളൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അള്ളാഹുവിനെ മാത്രം എന്നുള്ളിടത്ത് അള്ളാഹുവിനെ മാത്രമല്ല അമ്പിയാക്കളെയും ഔലിയാക്കളെയും വിളിച്ച് നിങ്ങൾക്ക് തേടിക്കോ, അള്ളാഹു ചെയ്യുന്നത് പോലെയൊക്കെ അവർക്ക് ചെയ്യാൻ കഴിയും എന്ന് നിങ്ങളെ പഠിപ്പിച്ചു. പ്രവാചകൻ്റെ ചര്യയിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു, ദീനിൻ്റെ വഴിയിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു. സൂഫിസവും കള്ളത്തൊരീക്കത്തുകളും ഷിയായിസവും ഒക്കെ നിങ്ങളുടെ തടയിൽ നിറച്ചു തന്നു. എന്നിട്ട് നിങ്ങൾ മരണപ്പെട്ട് ഒരിക്കലും ഭൂമിയിലേക്ക് തിരിച്ചു വരികയില്ല, ഇതിനെപ്പറ്റി നിങ്ങളോട് ചോദിക്കുകയില്ല എന്നുള്ള സന്ദർഭത്തിൽ മാത്രം നിങ്ങൾ അവരോട് പോയിട്ട് പറഞ്ഞു കൊടുക്കുന്നത് സലഫികൾ അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരോട് സലഫികൾ എന്താണോ പറയാൻ ശ്രമിക്കുന്നത് അത് തന്നെ നിങ്ങൾ അവരുടെ മരണത്തിന് ശേഷം ഒരിക്കലും ഉപകാരപ്പെടാത്ത സമയത്ത് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. സമസ്തക്കാരായ ജനങ്ങളെ, നിങ്ങളിത് കൃത്യമായി മനസ്സിലാക്കണം. മരണപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ ഖബറിൻ്റെ അടുത്ത് വന്നിരുന്ന് ഉസ്താദ് പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ പരാജയപ്പെട്ടു പോകും. നിങ്ങൾ കൃത്യമായി ഖുർആനിൻ്റെ ആളായി ഖുർആനിനെ ഇമാമാക്കിക്കൊണ്ട് പ്രവാചകൻ്റെ ചര്യയെ നിങ്ങൾ പിന്തുടർന്നുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് നേർച്ച വഴിപാടുകളും ആരാധനയും അള്ളാഹുവിന് മാത്രം അർപ്പിച്ചുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം പറയാൻ നിങ്ങൾക്കും ഞങ്ങൾക്കും നമ്മൾക്കും കഴിയുകയുള്ളൂ. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഖബർ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി, പരലോകം നിങ്ങളത് രക്ഷപ്പെടാൻ വേണ്ടി സലഫികൾ നിങ്ങളോട് വിളിച്ചു പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെവി കൊട്ടിയടച്ച് കേൾക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ മരണത്തിന് ശേഷം ഈ സലഫികൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഉസ്താദന്മാർ നിങ്ങൾക്ക് വന്ന് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഖബറിലും പരലോകത്തും അത് ഉപകാരപ്പെടും. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങളുടെ പണം കൊള്ളയടിക്കാൻ വേണ്ടി ഉസ്താദന്മാർ നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്ന ഈ സത്യങ്ങൾ നിങ്ങൾ മരണപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങളോട് വന്ന് പറഞ്ഞു തരുന്ന ഈ ഉസ്താദന്മാരെ നിങ്ങൾ കരുതിയിരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.